രാത്രി 8 മണി. വിജയ് ബർബേക്കയിലേക്ക് വന്നു ചേർന്നു. വിജയ് ഒരു പോലീസ് ഇൻസ്പെക്ടർ. അദ്ദേഹത്തിന് ബർബേക്കയിലേക്ക് ട്രാൻസ്ഫർ ആയി. പക്ഷേ ബർബേക്ക മെയിൻ റോഡിലിറങ്ങിയ വിജയ് ഒരുപാട് ഷോക്കായി. ആ സ്ഥലം തന്നെ കാലിയായിരുന്നു. അടുത്തൊന്നും ഒരു മനുഷ്യനുമില്ല, ഒരു കടയുമില്ല. എന്ത് സ്ഥലമായത്? ആരെയും കാണുന്നില്ല, ഒരു ചായക്കട പോലുമില്ല. എവിടെ പോകണമെന്ന് ഒരു പിടിയുമില്ല. വിജയ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. വിജയ്ക്ക് മുന്നിൽ എന്തുണ്ടെന്ന് കാണാനേ കഴിഞ്ഞില്ല. ഒരുപാട് ഇരുട്ടുമായിരുന്നു. ആ വഴിയിൽ ആരുമില്ലായിരുന്നു. നിശബ്ദത കൂടിക്കൊണ്ടേയിരുന്നു. വിജയ് മുന്നിലോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവന് പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ബാഗിലെ ടോർച്ച് അവൻ ഓൺ ചെയ്തു. അവൻ പോയിക്കൊണ്ടേയിരുന്നു. വഴിയിൽ വെച്ചവൻ ഒരു വലിയ ഗേറ്റ് കണ്ടു. ആ ഗേറ്റ് തകർന്ന് വളരെ പഴയതായിരുന്നു. വിജയ് അവിടെ എഴുതിയിരുന്നത് വായിച്ചു. മുസ്രാ ബസാർ. എന്റെ ഒരു അറിവിൽ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ ആരോ പിന്തുടർന്ന് വരുന്നത് പോലെ വിജയ്ക്ക് തോന്നി. വിജയ് പുറകെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അവൻ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ പെട്ടെന്നാരോ അവിടെ ഉള്ളതുപോലെ അവന് തോന്നി. അവൻ പുറകെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പൊ അവൻ പേടിക്കാൻ തുടങ്ങി. ആരാ? ആരാ? വിജയ് അങ്ങനെ പേടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആ നിശബ്ദതയിലും അവൻ എന്തോ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. കുറച്ചു ദൂരം നടന്നതിനു ശേഷം വിജയ് ഒരു വീട് കണ്ടു. അതിന് പുറത്ത് പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതിയിരുന്നു. അയ്യോ, ഇതെന്ത് പോലീസ് സ്റ്റേഷനാണ്? ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു ലൈറ്റ് പോലുമില്ലല്ലോ. അവൻ ഉടനെ ലൈറ്റർ ഓൺ ചെയ്തു. അവിടെ ചുമരിലുണ്ടായിരുന്ന തീ കട്ട കണ്ടു. ഉടനെ ആ കട്ടയ്ക്ക് തീ കത്തിച്ചു കൊടുത്തു. അവിടെ നോക്കിയപ്പോൾ ആ റൂമിൽ പൊട്ടിപ്പോയ ചെയറും കസേരയും മാത്രമായിരുന്നു. ഒരുപക്ഷെ എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണോ? അതുകൊണ്ടായിരിക്കും ഇവിടെ ആരുമില്ലാത്തത്. ശരി, ഇന്ന് പട്ടിണി കിടന്ന് ഉറങ്ങണമായിരിക്കും. വിജയ് അവിടെ ചെയറിൽ കിടന്നുറങ്ങി. രാത്രി ഒരുപാട് തവണ അവൻ എഴുന്നേറ്റുകൊണ്ടേയിരുന്നു. പുറത്തുനിന്ന് എന്ത് വിചിത്രമായ ശബ്ദങ്ങൾ വന്നുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ വിജയ് എഴുന്നേറ്റ് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് വന്നു. ഒരാൾ കയ്യിൽ ചായയും കൊണ്ട് അവനെ നോക്കി വരുന്നത് അവൻ ശ്രദ്ധിച്ചു. ആ, നമസ്കാരം സാർ. എന്റെ പേര് സരോവർ. ഞാൻ ഇവിടെയുള്ള ആളാ. അയ്യോ, ഇയാളുടെ മുഖമെന്താ ഇങ്ങനെ? ഇന്നലെ രാത്രി താൻ എവിടെയായിരുന്നു? ഈ പോലീസ് സ്റ്റേഷനിൽ ആരും ജോലി ചെയ്യുന്നില്ലേ? ഒരുപാട് പേർ വന്നിട്ടുമുണ്ട്, പോയിട്ടുമുണ്ട്. അയാൾ ചായ പിന്നെ കുറച്ച് സ്നാക്സ് കൊടുത്ത് അവിടെ നിന്ന് പോയി. ഇയാൾ എന്തായി പറയുന്നത്? കുറച്ചു നേരം കഴിഞ്ഞ് ആ നാട് ചുറ്റിക്കാണാൻ ചെന്നു. വിജയ ആ നാട്ടിൽ ഒരാളെ പോലും കണ്ടതേയില്ല. അവിടെ ഒരു വീടുമില്ല, പിന്നെ ഒരു മനുഷ്യൻ പോലുമില്ല. അവൻ ഷോക്കായി. ഈ ഗ്രാമത്തിൽ ആരും തന്നെയില്ല, പിന്നെ എന്തിനാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ? അങ്ങനെ നടന്നുകൊണ്ട് അവൻ മുജ്ര ബസാർ ഗേറ്റിനടുത്ത് വന്നു. ആ ഗേറ്റിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ആ ഗേറ്റിൽ ഒരുപാട് ചുവപ്പ് നൂലുകൾ കെട്ടിയിരുന്നു. ഇത്രയും ചുമന്ന ചരട് ഇവിടെ ആരാണ് കെട്ടിയത്? ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. വിജയ നൂല് അഴിക്കാമെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നിൽക്കൂ, ആ വാതിലിൽ കൈവയ്ക്കാൻ പാടില്ല. വെച്ചാൽ നിന്റെ കഥ തീർന്നു. എന്താ? അതെന്താണ്? ഈ ഗേറ്റ് കണ്ടാലറിയാം ഇവിടെ ആരും തന്നെയില്ല എന്ന്. ആ, എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഈ മുസിര ബസാർ നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ മുസിര ബസാർ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു. അത് രാജാവാണെങ്കിലും മറ്റു ആരാണെങ്കിലും അവരെല്ലാവരും ഇവിടേക്കായിരുന്നു വന്നിരുന്നത്. വൈകുന്നേരം ആകുന്നതും എല്ലാവരും അവരുടെ നേരം പോക്കിനായി ഇവിടെയായിരുന്നു വന്നിരുന്നത്. ആ കാലത്തൊരു രാജാവുണ്ടായിരുന്നു. അയാൾ ഈ മുസിര ബസാറിലേക്ക് ഇടയ്ക്കിടെ വന്നുകൊണ്ടേയിരിക്കും. അയാൾ ഏത് പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുന്നോ അയാൾക്ക് ആ പെൺകുട്ടിയെ വേണം. ഒരു ദിവസം ഈ മുസിര ബസാറിലേക്ക് ഒരു പുതിയ പെൺകുട്ടി വന്നു. അവളുടെ പേര് ഗംഗ. ഗംഗ ഒരു നർത്തകിയായിരുന്നു. പണത്തിനു വേണ്ടി അവൾക്ക് ഇത് ചെയ്യേണ്ടതായി വന്നു. ഗംഗ നല്ലൊരു പെൺകുട്ടിയായിരുന്നു. നൃത്തം ചെയ്ത് മാത്രമാണ് അവൾ പണമുണ്ടാക്കിയത്. എന്നാൽ രാജാവിന്റെ കണ്ണ് അവൾക്ക് നേരെയായി. രാജാവിന് അവളെ വേണമായിരുന്നു. ആദ്യം പണം കാണിച്ച് അവളെ വശീകരിക്കാൻ നോക്കി. എന്നാൽ അവൾ രാജാവ് പറഞ്ഞതിനോട് സമ്മതിച്ചതേയില്ല. എന്നാൽ ആ രാജാവ് ദേഷ്യപ്പെട്ട് മുസിര ബസാറിൽ നിന്നും വെളിയിൽ പോകാൻ പറഞ്ഞു. ആ ബസാറിൽ നിന്നും ഗംഗ വെളിയിൽ വന്നു.
അവിടെ ഉണ്ടായിരുന്ന ഗംഗും ഹുസൈന് ഇവളെ കണ്ട് ഒരു കരുണ തോന്നി. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ അയാൾ ഗംഗയെ ആ ബസാറിനുള്ളിലേക്ക് കയറ്റി. ഈ കാര്യം രാജാവ് എങ്ങനെയോ അറിഞ്ഞു. ഇത് മനസ്സിലാക്കിയ രാജാവ് മുസിര ബസാറിന് തീയും വെച്ചു. ആ തീയിൽ മുസിര ബസാറിൽ ഉണ്ടായിരുന്ന എല്ലാവരും വെന്ത് വെണ്ണീറായിപ്പോയി. അതിനുശേഷം ഇങ്ങനെ മരിച്ചവരുടെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. ഓഹോ, അതുകൊണ്ടാണോ ഈ ഗ്രാമജനങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്നും പോയത്? അവർ പോയതല്ല, എല്ലാവരും മരിച്ചതാണ്. എല്ലാവരും. അന്ന് മരിച്ച പെൺകുട്ടികൾ ഇവിടെ ആരൊക്കെ വരണോ അവരെ പ്ലാൻ ചെയ്ത് ഇവിടേക്ക് വരുത്തും. അങ്ങനെ വന്നവരെ അവർ എല്ലാവരും ചേർന്ന് കൊല്ലും. എന്നാൽ ഇതെല്ലാം എങ്ങനെ സാധ്യമാകും? അവർ മരിച്ചിട്ടിപ്പോൾ പല വർഷങ്ങളായില്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ വെറുതെ ഈ പ്രേതവും പിശാചുമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള ജനങ്ങളെയെല്ലാം പേടിപ്പിച്ച് വിട്ടതാ. നോക്കുമോനെ, നീ കുറച്ചുനാൾ ഇവിടെ നിൽക്ക്, നീ തന്നെ സത്യം മനസ്സിലാക്കും. ഇതെല്ലാം കേട്ട് വിജയ് തിരിച്ചവന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ഇന്ന് രാത്രിയും അതേ ശബ്ദങ്ങളാണ് വന്നത്. അവൻ ഒരുപാട് പേടിച്ചു. ആ പേടിയിൽ തന്നെ ഉറങ്ങി. പെട്ടെന്ന് രാത്രി സമയത്ത് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ടേ ആ മുജ്ര ബസാർ ഗേറ്റിൽ വന്നെത്തി. ഗേറ്റ് തന്നെ തുറന്നു. തബലയുടെ ശബ്ദവും വന്നു. പിന്നെ ചിലങ്കയുടെ ശബ്ദവും വന്നു. പിന്നെ വിജയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും ഒന്നും അറിയില്ല. അവന്റെ നിലവിളി മാത്രം കേട്ടു. പിന്നെ ആ മുജ്ര ബസാറിൽ വീണ്ടും ഒരു തവണ അതേ നിശബ്ദത വന്നു. ഞാൻ പറഞ്ഞതല്ലേ, കുറച്ചു നാളുകൾക്കുള്ളിൽ നീ മനസ്സിലാക്കുമെന്ന്.